എവരിവൺ, നോളജ് മന്ത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എൻവയോൺമെൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബയോഡൈവേഴ്സിറ്റിയിലെ ഒരു ടോപ്പിക്കാണ് ചിപ്കോ മൂവ്മെൻറ്റ്. ഉത്തരാഖണ്ഡിലെ ചമോലി എന്ന പ്ലേസിലാണ് ഇത് നിലവിൽ വന്നത്. സുന്ദർലാൽ ബഹുഗോഡയാണ് ഇതിന് നേതൃത്വം നൽകിയത്. 1973 ഇത് നിലവിൽ വന്നു. ചിപ്കോ എന്നതിൻ്റെ മീനിങ് മരത്തിനെ ആലിംഗനം ചെയ്യുക എന്നതാണ്. ഈ ഒരു എപ്പിസോഡിൽ ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് അനലൈസേഷനാണ് ചെയ്യുന്നത്. ചിപ്കോ മൂവ്മെൻറ്റ് എന്നത് ഒരു സോഷ്യൽ എക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ്. ഇതിനെ യൂസ് ചെയ്തിരുന്നത് ഗാന്ധിയൻ മെത്തേഡ്സ് ആയിട്ടുള്ള സത്യാഗ്രഹയും അതേപോലെ തന്നെ നോൺ വയലൻസ് റെസിസ്റ്റൻസും ആയിരുന്നു. ഈ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ്. മോഡേൺ ചിപ്കോ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏർലി 1970s ഉത്തരാഖണ്ഡിലെ ഗർഹോൾ ഹിമാലയാസിൽ ആയിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഴ്സൺസിന് റാപ്പിഡ് ഡീഫോറസ്റ്റേഷൻ അവയർനെസ് കൊടുക്കുക എന്നതാണ്. അതായത് വനനശീകരണം ഒഴിവാക്കുക എന്നതായിരുന്നു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് നടക്കുന്നത് 1974 മാർച്ച് 26 ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിൽ റാനി വില്ലേജിലെ വുമൻസ് ഈ ആക്ട് പ്രകാരം ഫോറസ്റ്റ് നശിപ്പിക്കുന്നതിനെതിരെ സ്ട്രഗിൾ ചെയ്തു. ഇവരുടെ പ്രവർത്തനങ്ങൾ ഗ്രാസ് റൂട്ട് ലെവൽ ആയിരുന്നു. അതായത് താഴെ തട്ടിലുള്ള ഇത്തരം 100 കണക്കിന് പ്രവർത്തനങ്ങൾക്ക് ഇൻസ്പയറായി. By the 1980s, the movement had spread throughout India. ഉത്തരാഖണ്ഡിൽ നിന്നും ഈ പോളിസി ഇന്ത്യയിലെ എല്ലായിടത്തേക്കും വ്യാപിച്ചു. ഇത് ഫോറസ്റ്റ് വെട്ടിമാറ്റലിനെ തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ചിപ്കോയുടെ ഫസ്റ്റ് റെക്കോർഡ് AD 1730 ജോധ്പൂരിലെ ഗചാർലിയിലാണ് നടന്നത്. സൊസൈറ്റി പവിത്രമായി കരുതുന്ന ഗ്രീൻ കേജ്രി ട്രീ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് അമൃത ദേവിയുടെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടത്. ആപ്പിക്കോ മൂവ്മെൻറ്റ് ഒരു റെവല്യൂഷണറി മൂവ്മെൻ്റ് ആണ്. ഇന്ത്യയിലെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ എയിം. ഹിമാലയത്തിലെ ഉത്തരാഖണ്ഡിലെ ചിപ്കോ മൂവ്മെൻറ്റ് സദേൺ ഇന്ത്യയിലെ കർണാടകയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇൻസ്പയർ ആവുകയും അതിന് സിമിലറായ ഒരു മൂവ്മെൻറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. സെപ്റ്റംബർ 1983 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും കലാസയിലെ വനത്തിലെ മരങ്ങൾ ഹഗ് ചെയ്തു. കന്നഡയിൽ ഹാപ്പിക്കോയുടെ മീനിങ് ഹക്കിംഗ് എന്നാണ്. ഹാപ്പിക്കോ മൂവ്മെൻറ്റ് സദേൺ ഇന്ത്യയിൽ ഒരു അവയർനെസ്സിന് സഹായകമായി. പ്രത്യേകിച്ച് കർണാടക പോലെയുള്ള സ്റ്റേറ്റ്സിന് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തിരുന്നു. ലോക്ക്ഡൗൺ സമയത്ത് നമുക്കും ചിപ്കോ മൂവ്മെൻറ്റ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇന്ത്യയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.